മുംബൈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അറബിക്കടലിൽ നിന്നുള്ള ഇളം കാറ്റേറ്റ് നിൽക്കുന്ന ഒരു വിസ്മയമാണ് സിൽവർ ഗ്ലോബൽ അക്കാഡമി. നഗരത്തിലെ ഏറ്റവും സമ്പന്നരായ ബിസിനസ്സുകാരുടെയും സിനിമാ താരങ്ങളുടെയും മക്കൾ പഠിക്കുന്ന ഈ വിദ്യാലയം ഒരു കൊട്ടാരം പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂറ്റൻ ഇരുമ്പ് ഗേറ്റുകൾ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവശത്തും മനോഹരമായി വെട്ടിയൊതുക്കിയ പുൽത്തകിടുകളും വിദേശത്തു നിന്ന് കൊണ്ടുവന്ന പൂച്ചെടികളും കാണാം. രാവിലെ 8 മണിയാകുമ്പോൾ ആ ഗേറ്റിനു മുന്നിൽ വലിയൊരു വാഹന പ്രദർശനം തന്നെ നടക്കും. തിളങ്ങുന്ന മെഴ്സിഡസ് ബെൻസുകളും BMW കാറുകളും ഒന്നിനു പുറകെ ഒന്നായി വന്നിറങ്ങും. യൂണിഫോമിട്ട ഡ്രൈവർമാർ കാറിന്റെ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ വില കൂടിയ പെർഫ്യൂമുകളുടെ മണം പരത്തിക്കൊണ്ട് കുട്ടികൾ പുറത്തിറങ്ങും. അവരുടെ കയ്യിലുള്ള ബാഗുകൾക്കും ഷൂസുകൾക്കു പോലും സാധാരണക്കാരുടെ മാസശമ്പളത്തേക്കാൾ വിലയുണ്ടായിരുന്നു. ഈ ആഡംബരങ്ങളുടെയും പണക്കൊഴുപ്പിന്റെയും ലോകത്ത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു നിഴലായിരുന്നു 11 വയസ്സുകാരനായ ആരവ്. മുംബൈയിലെ ഒരു ചേരിയിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേഞ്ഞ ഒരു ചെറിയ കുടിലായിരുന്നു അവന്റെ താമസം. പുലർച്ചെ 4 മണിക്ക് നഗരം ഉണരുന്നതിന് മുൻപേ ആരവ് എഴുന്നേൽക്കും. തലേ ദിവസത്തെ പഴയ കഞ്ഞിയോ അല്ലെങ്കിൽ ഒരു കഷ്ണം ഉണങ്ങിയ ചപ്പാത്തിയോ കഴിച്ച് അവൻ തന്റെ ജോലി സ്ഥലത്തേക്ക് തിരിക്കും. ആരവ് ആ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നില്ല, അവിടുത്തെ ഒരു ക്ലീനിംഗ് ഹെൽപ്പർ ആയിരുന്നു. സ്കൂളിലെ ശുചീകരണ തൊഴിലാളിയായ തന്റെ അമ്മാവനെ സഹായിക്കാനാണ് അവൻ അവിടെ എത്തിയിരുന്നത്. കുട്ടികൾ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് അവൻ അവിടെ എത്തും. അഴുക്കുപുരണ്ട അവന്റെ പഴയ ഷർട്ടും കീറിയ പാന്റും ആ വിദ്യാലയത്തിന്റെ തിളങ്ങുന്ന അന്തരീക്ഷത്തിന് ഒട്ടും ചേരുന്നതായിരുന്നില്ല. സ്കൂളിലെ ഓരോ ക്ലാസ് മുറിയും ഇടനാഴികളും വൃത്തിയാക്കുക എന്നതായിരുന്നു അവന്റെ പ്രധാന ജോലി. വലിയൊരു ബക്കറ്റിൽ സോപ്പ് വെള്ളം നിറച്ച് കൈകളിൽ ഒരു വലിയ തുണിയുമായി അവൻ ഓരോ മാർബിൾ തറയും തുടച്ചു മിനുക്കും. തറയിൽ തന്റെ മുഖം പ്രതിഫലിക്കുന്നത് കാണുന്നത് വരെ അവൻ അത് തുടച്ചുകൊണ്ടിരിക്കും. വലിയ ഹാളിന്റെ മൂലയിൽ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ചുവരിലെ വലിയ കണ്ണാടിയിൽ തന്റെ രൂപം കാണുമ്പോൾ അവന് ചെറിയൊരു സങ്കടം തോന്നും. അപ്പുറത്ത് വിദേശ രാജ്യങ്ങളിലെ മാപ്പുകളും ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ ചിത്രങ്ങളും തൂങ്ങിക്കിടക്കുമ്പോൾ തന്റെ കയ്യിലിരിക്കുന്ന ചൂലിലേക്ക് അവൻ നോക്കും. എങ്കിലും ആ വിദ്യാലയത്തിനുള്ളിലെ തണുപ്പും അവിടുത്തെ ഇംഗ്ലീഷ് പാട്ടുകളും അവന് വലിയ ഇഷ്ടമായിരുന്നു. സ്കൂൾ ബസ്സുകൾ വന്നു തുടങ്ങുമ്പോൾ ആരവ് തന്റെ ജോലി വേഗത്തിലാക്കും. കുട്ടികൾ കൂട്ടമായി ഇടനാഴികളിലൂടെ ഓടുമ്പോൾ അവൻ ഭിത്തിയോട് ചേർന്ന് ഒരു ശില പോലെ നിൽക്കും. ആരും തന്നെ തുടരുതെന്നും ആരുടെയും വഴിയിൽ തടസ്സമാകരുത് എന്നും അവന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അവന്റെ വസ്ത്രത്തിലെ അഴുക്ക് തങ്ങളുടെ ശരീരത്തിൽ പടരുമെന്ന് ഭയന്ന് പല കുട്ടികളും അവനെ പുച്ഛത്തോടെയാണ് നോക്കിയിരുന്നത്. ഏയ് ക്ലീനർ ബോയ്, അങ്ങോട്ട് മാറി നിൽക്ക് എന്നൊക്കെയുള്ള ആജ്ഞകൾ അവൻ എന്നും കേൾക്കേണ്ടി വന്നു. ചിലപ്പോഴൊക്കെ കുട്ടികൾ മനഃപൂർവ്വം ചിപ്സ് കവറുകളും ചോക്ലേറ്റ് പേപ്പറുകളും അവൻ വൃത്തിയാക്കിയ തറയിൽ തന്നെ വലിച്ചെറിയും. എന്നിട്ട് അവനെ നോക്കി കളിയാക്കി ചിരിക്കും. ആരവ് ഒന്നും മിണ്ടിയില്ല. നിശബ്ദനായി കുനിഞ്ഞു നിന്ന് അതെല്ലാം പെറുക്കിയെടുക്കും. പക്ഷേ ആരവിന്റെ ഉള്ളിൽ മറ്റാരും അറിയാത്ത ഒരു ലോകമുണ്ടായിരുന്നു. അവൻ ഒരു ക്ലീനർ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു നിരീക്ഷകൻ കൂടിയായിരുന്നു. ഓരോ ക്ലാസ് മുറിയിലെയും ബ്ലാക്ക് ബോർഡിൽ അധ്യാപകർ എഴുതിയിടുന്ന ഇംഗ്ലീഷ് വാക്കുകൾ അവൻ തന്റെ മനസ്സിൽ കുറിച്ചിടും. അധ്യാപകർ സംസാരിക്കുന്ന രീതിയും അവരുടെ ഉച്ചാരണവും അവൻ അതീവ ശ്രദ്ധയോടെ കേട്ടുനിൽക്കും. ശുചിമുറികൾ വൃത്തിയാക്കാൻ പോകുമ്പോൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട പഴയ ഇംഗ്ലീഷ് പത്രങ്ങളോ മാഗസീനുകളോ കണ്ടാൽ അവൻ അതാരും കാണാതെ തന്റെ ഷർട്ടിനുള്ളിൽ ഒളിപ്പിക്കും. രാത്രിയിൽ തന്റെ ഇരുളടഞ്ഞ കുടിലിലെ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അവൻ ആ വാക്കുകൾ വായിക്കാൻ ശ്രമിക്കും. ആ വിദ്യാലയത്തിലെ തിളങ്ങുന്ന ലൈറ്റുകൾക്ക് താഴെ ജോലി ചെയ്യുമ്പോഴും ആരവ് ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം താൻ ഈ തറ തുടക്കുകയല്ല, മറിച്ച് തറയിലൂടെ തല ഉയർത്തി നടക്കും. ആരും തന്നെ ക്ലീനർ എന്ന് വിളിച്ച് ആക്ഷേപിക്കാത്ത ഒരു കാലം വരുമെന്ന് അവൻ സ്വപ്നം കണ്ടു. ആ സ്വപ്നമായിരുന്നു അവന്റെ വിശപ്പിനെയും തളർച്ചയെയും അതിജീവിക്കാൻ അവനെ സഹായിച്ചത്. സിൽവർ അക്കാദമിയിലെ 10,000-കണക്കിന് കുട്ടികൾക്കിടയിൽ അവനൊരു ആദർശ ബാലനായി തുടരുമ്പോഴും അവന്റെ ഉള്ളിലെ ആത്മവിശ്വാസം ആ വിദ്യാലയത്തിന്റെ കെട്ടിടത്തേക്കാൾ ഉയരത്തിൽ വളരുകയായിരുന്നു. മുംബൈയിലെ മഴയത്തും വെയിലത്തും വാടാതെ നിന്ന ആ കൊച്ചു സ്വപ്നമാണ് പിന്നീട് ചരിത്രം കുറിക്കാൻ പോകുന്നത്. സിൽവർ അക്കാദമിയിലെ ഓരോ ദിവസവും ആരവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അതിജീവനമായിരുന്നു. രാവിലെ 8 മണിക്ക് ബെൽ അടിക്കുന്നതോടെ സ്കൂൾ ഉണരും. കുട്ടികൾ ബഹളം വെച്ച് ക്ലാസുകളിലേക്ക് ഓടിക്കയറുമ്പോൾ ആരവ് കയ്യിലൊരു ബക്കറ്റും മോപ്പുമായി ആ വലിയ ഇടനാഴികളിലൂടെ തന്റെ പണി തുടങ്ങും. ആഡംബരത്തിന്റെ നടുവിലും അവനൊരു ആദർശമായ വസ്തുവായിരുന്നു. ആരും അവനെ ഒന്ന് നോക്കുകയോ വിശേഷങ്ങൾ ചോദിക്കുകയോ ചെയ്യാറില്ല. ചിലപ്പോഴൊക്കെ കുട്ടികൾ ഇടനാഴിയിലൂടെ ഓടുമ്പോൾ അവന്റെ കയ്യിലുള്ള ബക്കറ്റിലെ വെള്ളം അറിയാതെ തട്ടിമറിക്കും. എന്നിട്ട് ക്ഷമ ചോദിക്കുന്നതിനു പകരം നോക്കി നടന്നൂടെ നിനക്ക്
എന്ന് ആക്രോശിക്കും. ഇത്തരം സന്ദർശങ്ങളിൽ ആരവ് നിശബ്ദനായി കുനിഞ്ഞു നിന്ന് ആ വെള്ളം തുടച്ചു നീക്കും. അവന്റെ കണ്ണുകളിൽ നനവ് പടരുമെങ്കിലും അത് പുറത്ത് കാണിക്കാറില്ല. ഒരു ദിവസം ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് 9ാം ക്ലാസ്സിലെ ഒരു മുറി വൃത്തിയാക്കാൻ ആരവെത്തി. കുട്ടികളെല്ലാം പുറത്ത് കളിക്കാൻ പോയിരിക്കുകയായിരുന്നു. പക്ഷേ ആര്യൻ എന്ന ധനികനായ വിദ്യാർത്ഥിയും അവന്റെ കൂട്ടുകാരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആര്യൻ ആ സ്കൂളിലെ ഏറ്റവും സ്വാധീനമുള്ള കുട്ടികളിലൊന്നായിരുന്നു. ആരവ് ക്ലാസ് മുറിയുടെ മൂലയിൽ തറ തുടക്കുന്നത് കണ്ട ആര്യൻ തന്റെ കയ്യിലിരുന്ന കെച്ചപ്പ് കുപ്പി തുറന്ന് മനഃപൂർവ്വം തറയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് പരിഹാസത്തോടെ പറഞ്ഞു, "ഏ ക്ലീനർ, ഇത് നോക്ക്, ഇവിടെ നീ വൃത്തിയാക്കാൻ മറന്നുപോയി. വേഗം വന്ന് ഇതൊന്ന് നക്കി തുടക്ക്." ഇത് കേട്ട് അവന്റെ കൂട്ടുകാർ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ആരവ് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അവന്റെ ഉള്ളിൽ ദേഷ്യം ഇടിച്ചു കയറിയെങ്കിലും സാഹചര്യങ്ങൾ അവനെ തളർത്തിയിരുന്നു. അവനൊന്നും മിണ്ടാതെ മുട്ടുകുത്തിയിരുന്ന് ആ ചുവന്ന കെച്ചപ്പ് തുടച്ചു മാറ്റി. ആര്യൻ വീണ്ടും അവനെ ശല്യം ചെയ്യാൻ തുടങ്ങി. അവന്റെ പഴയ ഷർട്ടിൽ ചവിട്ടുകയും, "നീ എന്തിനാണ് ഇത്ര അഴുക്കുപുരണ്ട വസ്ത്രം ധരിക്കുന്നത്? നീ അടുത്തു വരുമ്പോൾ തന്നെ ഒരു വല്ലാത്ത നാറ്റം വരുന്നു" എന്ന് പറയുകയും ചെയ്തു. ആരവ് തന്റെ കണ്ണുനീർ അടക്കിപ്പിടിച്ച് ജോലി തുടർന്നു. താൻ അനുഭവിക്കുന്ന ഓരോ അപമാനവും തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് അവൻ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചു. ആരവിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഇംഗ്ലീഷ് ക്ലാസുകളോടായിരുന്നു. അധ്യാപകർ ഷേക്സ്പിയറെ കുറിച്ചോ വിദേശ സാഹിത്യത്തെക്കുറിച്ചോ പഠിപ്പിക്കുമ്പോൾ പുറത്ത് ജനാൽക്കൽ നിന്ന് അവൻ അതെല്ലാം ശ്രദ്ധിച്ചു നിൽക്കും. ഒരു ദിവസം പ്രശസ്തനായ ഇംഗ്ലീഷ് അധ്യാപകൻ മിസ്റ്റർ കന്ന സ്വപ്നങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, "സ്വപ്നങ്ങൾ കാണാൻ പണമോ പദവിയോ ആവശ്യമില്ല. ആർക്കും സ്വപ്നം കാണാം." ആ വാക്കുകൾ ആരവിന്റെ ഹൃദയത്തിൽ തറച്ചു. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ അവൻ തന്റെ കയ്യിലുള്ള പഴയ ഇംഗ്ലീഷ് പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. രാത്രിയിൽ ചേരിയിലെ തന്റെ കൊച്ചു കുടിലെത്തുമ്പോൾ ആരവ് തികച്ചും വ്യത്യസ്തനായ ഒരാളാണ്. തന്റെ കുടിലിന്റെ മൂലയിൽ വെച്ചിരിക്കുന്ന പൊട്ടിയ ഒരു കണ്ണാടിയാണ് അവന്റെ ഏക സുഹൃത്ത്. അവൻ ആ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് താൻ പകൽ കേട്ട് ഇംഗ്ലീഷ് വാക്കുകൾ ഉച്ചരിക്കാൻ ശ്രമിക്കും. വസ്ത്രത്തിലെ അഴുക്ക് തന്റെ സ്വപ്നങ്ങളെ ബാധിക്കില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. സ്കൂളിലെ ഓരോ ചെറിയ കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കും. ലൈബ്രറിയിൽ നിന്ന് കുട്ടികൾ വലിച്ചെറിയുന്ന കടലാസ് കഷ്ണങ്ങൾ അവൻ ശേഖരിക്കും. അതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരിയും അവന് വലിയ പാഠങ്ങളായിരുന്നു. ഒരിക്കൽ ഒരു ടീച്ചർ അവനെ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്താക്കി. "നീ ഇവിടെ തൂക്കാൻ വന്നതാണോ അതോ പഠിക്കാൻ വന്നതാണോ?" എന്ന് ചോദിച്ചു. ആരവ് ഒന്നും പറയാതെ പുറത്തിറങ്ങി. പക്ഷേ മനസ്സുകൊണ്ട് അവൻ അന്ന് ആ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു. പരിഹാസങ്ങളും അവഗണനകളും ആരവിനെ തളർത്തുന്നതിന് പകരം എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു വാശിയാണ് അവനിൽ ഉണ്ടാക്കിയത്. സിൽവർ അക്കാദമിയിലെ ആഡംബരങ്ങൾക്കിടയിൽ ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത പോലെ ആരവ് തന്റെ സ്വപ്നങ്ങളെ താലോലിച്ച് വളർത്തി. താനിന്ന് തുടക്കുന്ന ഈ മണ്ണിൽ തന്നെ ഒരു നാൾ ചരിത്രം കുറിക്കുമെന്ന് ആ കുഞ്ഞു മനസ്സ് ഉറപ്പിച്ചു പറഞ്ഞു. ദിവസങ്ങൾ ആഴ്ചകളായും മാസങ്ങളായും കടന്നുപോയി. സിൽവർ ഓക്ക് ഗ്ലോബൽ അക്കാദമി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലിലേക്ക് അടുക്കുകയായിരുന്നു. സ്കൂളിന്റെ 25ാം വാർഷികം. വിദ്യാലയത്തിന്റെ ചുവരുകളെല്ലാം പുതിയ ചായം പൂശി മനോഹരമാക്കി. വലിയ ഹാളിന് മുന്നിൽ 25 ഇയേഴ്സ് ഓഫ് എക്സലൻസ് എന്നെഴുതിയ വലിയ ബോർഡുകൾ സ്ഥാപിച്ചു. നഗരത്തിലെ പ്രമുഖരെയും വിദേശ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വമ്പൻ ആഘോഷമാണ് സ്കൂൾ മാനേജ്മെന്റ് പ്ലാൻ ചെയ്തിരുന്നത്. ഇതിന്റെ ഭാഗമായി ആഴ്ചകൾക്ക് മുൻപേ തന്നെ കുട്ടികൾ വിവിധ കലാപരിപാടികൾക്കായി പരിശീലനം തുടങ്ങി. ഈ തിരക്കുകൾക്കിടയിൽ ആരവിന്റെ ജോലി ഇരട്ടിയായി. സ്റ്റേജ് ഒരുക്കുന്നവരും ഡെക്കറേഷൻ ചെയ്യുന്നവരും വരുത്തിവെക്കുന്ന അഴുക്കുകൾ വൃത്തിയാക്കാൻ അവൻ ഓടി നടന്നു. കുട്ടികൾ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആരവ് സ്റ്റേജിന് താഴെ മുട്ടുകുത്തിയിരുന്ന് തറ തുടക്കുകയായിരുന്നു. സംഗീതത്തിന്റെ താളത്തിനൊത്ത് അറിയാതെ അവന്റെ കൈകളും ചലിച്ചു. ഓരോ പ്രസംഗവും ഓരോ പാട്ടും അവൻ മനസ്സിൽ കുറിച്ചു വെച്ചു. ആരും അവനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവൻ അധ്യാപകർ കുട്ടികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. ശബ്ദമുയർത്തി സംസാരിക്കൂ, സദസ്സിലേക്ക് നോക്കി പുഞ്ചിരിക്കൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ ആരവ് തന്റെ ഉള്ളിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നു. സ്കൂൾ പ്രിൻസിപ്പളായ മിസ്റ്റർ മേത്ത വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു. ഒരു വൈകുന്നേരം ഓഡിറ്റോറിയത്തിൽ നടന്ന റിഹേഴ്സലുകൾ അദ്ദേഹം നേരിട്ട് വിലയിരുത്തി. കുട്ടികൾ മികച്ച രീതിയിൽ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നുണ്ട്, പാടുന്നുണ്ട്. പക്ഷെ എന്തോ ഒന്ന് കുറവാണെന്ന് അദ്ദേഹത്തിന് തോന്നി. എല്ലാവരും ഇംഗ്ലീഷ് ഭാഷയുടെ പ്രഭാതത്തിൽ തങ്ങളുടെ വേരുകൾ മറന്നുപോയോ എന്ന് അദ്ദേഹം സംശയിച്ചു. പ്രസംഗം കഴിഞ്ഞ ഉടനെ അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി മൈക്ക് കയ്യിലെടുത്തു. എല്ലാവരും വിചാരിച്ചത് അദ്ദേഹം പ്രശംസിക്കും എന്നാണ്. എന്നാൽ അദ്ദേഹം ശാന്തനായി പറഞ്ഞു, "നിങ്ങൾ എല്ലാവരും വളരെ നന്നായി സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ 65ാം വാർഷികത്തിൽ ഒരു പ്രത്യേക മത്സരം വേണം." അദ്ദേഹം തുടർന്നു, "നമ്മുടെ ഭാഷയായ മലയാളത്തിൽ ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും കലർത്താതെ 5 മിനിറ്റ് സംസാരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഓക്കെ, താങ്ക് യു, സ്കൂൾ തുടങ്ങിയ ലളിതമായ ഇംഗ്ലീഷ് വാക്കുകൾ പോലും ഉപയോഗിക്കാൻ പാടില്ല.
നമ്മുടെ സംസ്കാരത്തെയും ജീവിതത്തെയും കുറിച്ച് ആർക്ക് സംസാരിക്കാൻ കഴിയും? സദസ്സിൽ പെട്ടെന്ന് നിശബ്ദത പടർന്നു. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വളർന്ന ആ സമ്പന്നരായ കുട്ടികൾക്ക് അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അവർ വീട്ടിലും സ്കൂളിലും സുഹൃത്തുക്കൾക്കിടയിലും സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. മാതൃഭാഷയായ മലയാളം അവർക്ക് കേവലം ഒരു പാഠവിഷയം മാത്രമായിരുന്നു. പല കുട്ടികളും പരസ്പരം നോക്കി. സ്കൂളിലെ ബെസ്റ്റ് സ്പീക്കറായ ആര്യൻ പോലും ഒന്ന് മടിച്ചു. 5 മിനിറ്റ് ഒരു വിദേശ വാക്ക് പോലും ഉപയോഗിക്കാതെ സംസാരിക്കുക എന്നത് അവർക്ക് അസാധ്യമായി തോന്നി. മിസ്റ്റർ മേത്തിയുടെ കണ്ണുകൾ നിരാശയോടെ സദസ്സിലൂടെ കടന്നുപോയി. ആ സമയം ഹാളിന്റെ ഏറ്റവും പുറകിൽ ഒരു ബക്കറ്റും ചൂലുമായി നിന്നിരുന്ന ആരവിന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അവന് മലയാളം നന്നായി അറിയാമായിരുന്നു. തെരുവുകളിൽ നിന്നും റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും അവൻ പഠിച്ച ഭാഷക്ക് ജീവിതത്തിന്റെ തുടുപ്പുണ്ടായിരുന്നു. അവന് ഇംഗ്ലീഷും അറിയാമായിരുന്നു. പക്ഷേ മാതൃഭാഷ അവന് വികാരമായിരുന്നു. അവൻ അറിയാതെ തന്റെ കയ്യിലെ ചൂല് മുറുകെ പിടിച്ചു. എനിക്ക് സാധിക്കും എന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. പക്ഷെ ഒരു ക്ലീനർക്ക് എങ്ങനെ സ്റ്റേജിൽ കയറാൻ കഴിയും? പണക്കാരും പ്രമുഖരും ഇരിക്കുന്ന ആ വേദിയിൽ താൻ പരിഹസിക്കപ്പെടില്ലേ? ആരവ് ഭയത്തോടെ പിന്തിരിഞ്ഞു. എങ്കിലും മിസ്റ്റർ മേത്തയുടെ ആ വെല്ലുവിളി അവന്റെ ഉള്ളിൽ ഒരു കനലായി അവശേഷിച്ചു. തന്റെ കഴിവ് തെളിയിക്കാൻ ഇതിലും വലിയൊരു അവസരം ഇനി ലഭിക്കില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ രാത്രി തന്റെ കുടിലിൽ മടങ്ങിയെത്തിയ ആരവ് ഉറങ്ങിയില്ല. അവൻ തന്റെ ജീവിതത്തെക്കുറിച്ച്, തന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് മലയാളത്തിൽ വാക്കുകൾ കോർത്തെടുത്തു. ആധുനികതയുടെ തിളക്കമില്ലാത്ത എന്നാൽ സത്യസന്ധമായ ആ വാക്കുകൾ അവന്റെ നാവിലൂടെ ഒഴുകാൻ കാത്തുനിന്നു. സിൽവർ അക്കാദമിയുടെ ഓഡിറ്റോറിയത്തിൽ നിശബ്ദത തളം കെട്ടിനിന്നു. പ്രിൻസിപ്പൽ മിസ്റ്റർ മേത്തയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കൊടിമുടികൾ കീഴടക്കിയെന്ന് അഭിമാനിക്കുന്ന ആ സ്കൂളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പോലും 5 മിനിറ്റ് തടസ്സമില്ലാതെ തങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുക എന്നത് അസാധ്യമായ കാര്യമായി തോന്നി. അവർക്ക് ആറ്റം ബോംബിനെക്കുറിച്ചും ആഗോള താപനത്തെക്കുറിച്ചും ഇംഗ്ലീഷിൽ മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ അറിയാമായിരുന്നു. എന്നാൽ ലളിതമായ മലയാളത്തിൽ ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും കലർത്താതെ സംസാരിക്കാൻ അവരുടെ നാവുകൾ വഴങ്ങിയില്ല. മലയാളം അധ്യാപികയായ ശർമ്മ ഓരോ കുട്ടിയെയും സ്റ്റേജിലേക്ക് വിളിച്ചു. സ്കൂളിൽ ഏറ്റവും മികച്ച് പ്രസംഗിക്കുന്ന സ്പോർട്സ് ക്യാപ്റ്റനുമായ ആര്യൻ ആദ്യം മുന്നോട്ട് വന്നു. അവൻ ആത്മവിശ്വാസത്തോടെ മൈക്കിന് മുന്നിൽ നിന്നു. നമ്മുടെ സ്കൂൾ ഒരു വെരി ഗുഡ് പ്ലേസ് ആണ്. ഐ മീൻ വളരെ നല്ലൊരു ഇടമാണ്. വി ഓൾ ലവ് സോറി ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നു. ആര്യൻ വിക്കി ഒരു വാചകം തികക്കുന്നതിന് മുൻപേ വെരി ഗുഡ്, പ്ലേസ്, സോറി തുടങ്ങിയ ഇംഗ്ലീഷ് വാക്കുകൾ അവന്റെ സംസാരത്തിൽ കടന്നുകൂടി. നിന്റെ മാതൃഭാഷയിൽ പോലും നിനക്ക് നിന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലേ? അദ്ദേഹം ചോദിച്ചു. പിന്നീട് വന്ന ഓരോ കുട്ടിക്കും ഇതേ അവസ്ഥയായിരുന്നു. ആക്ച്വലി ബട്ട് സ്കൂൾ ലളിതമായ ഇംഗ്ലീഷ് പദങ്ങൾ അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയിരുന്നു. സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് വാക്കുകൾ കിട്ടാതെ വന്നു. സദസ്സിലിരുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇതൊരു വലിയ തിരിച്ചറിവായിരുന്നു. വില കൂടിയ ഇന്റർനാഷണൽ സിലബസിൽ പഠിക്കുമ്പോഴും തങ്ങളുടെ വേരുകൾ ഉറ്റുപോവുകയാണെന്ന് അവർ ഭയന്നു. മിസ്റ്റർ മേത്ത തന്റെ കസേരയിൽ നിരാശയോടെ ഇരുന്നു. നമ്മുടെ 25ാം വാർഷികത്തിൽ ഇതാണോ നമ്മൾ കാണിക്കാൻ പോകുന്നത്? നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാൻ ആരുമില്ലേ? ഈ സമയം ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും പിന്നിലത്തെ മൂലയിൽ തറ തുടക്കുകയായിരുന്നു ആരവ്. അവൻ ഓരോ വാക്കും അതീവ ശ്രദ്ധയോടെ കേട്ടു. ആ കുട്ടികൾ വാക്കുകൾക്കായി തപ്പുന്നത് കണ്ടപ്പോൾ അവൻ അത്ഭുതം തോന്നി. അവൻ രാത്രികളിൽ തനിയെ സംസാരിക്കാറുള്ള ആ മനോഹരമായ ഭാഷ അവർക്കിത്ര പ്രയാസമാണോ? ആരവ് തന്റെ കയ്യിലുള്ള തുണി മുറുകെ പിടിച്ചു. അവന്റെ ഉള്ളിൽ ഒരു അഗ്നി ആളിക്കത്തുന്നുണ്ടായിരുന്നു. തന്റെ ജീവിത അനുഭവങ്ങൾ പറയാൻ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അവസരമാണിതെന്ന് അവൻ മനസ്സിലാക്കി. പക്ഷേ ഒരു ജോലിക്കാരനായ താൻ എങ്ങനെ സ്റ്റേജിൽ കയറും? അവൻ പതുക്കെ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് നടന്നു. തന്റെ കീറിയ ഷർട്ടും അഴുക്കുപുരണ്ട പാന്റും അവൻ ശ്രദ്ധിച്ചു. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അവൻ മിസ്റ്റർ മേത്തയുടെ അരികിലെത്തി വളരെ വിനയത്തോടെ ചോദിച്ചു. സർ, എനിക്കൊരു അവസരം നൽകുമോ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ചുറ്റും നിന്ന അധ്യാപകർ ആശ്ചര്യത്തോടെ അവനെ നോക്കി. ചിലർ പരിഹാസത്തോടെ ചിരിച്ചു. നീ പോയി നിന്റെ പണി നോക്കു കുട്ടി, ഇത് നിനക്കുള്ളതല്ല, ഒരു അധ്യാപകൻ പറഞ്ഞു. എന്നാൽ മിസ്റ്റർ മേത്ത ആരവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ കണ്ട ആത്മവിശ്വാസം അദ്ദേഹത്തെ ആകർഷിച്ചു. ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ആ മുഖത്ത് ഒരു വലിയ സ്വപ്നത്തിന്റെ നിഴലാട്ടം അദ്ദേഹം കണ്ടു. നിനക്ക് സംസാരിക്കാൻ കഴിയുമോ? അദ്ദേഹം ഗൗരവത്തോടെ ചോദിച്ചു. സർ, എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പുസ്തകങ്ങളുടെ സഹായം വേണ്ട. എന്റെ ജീവിതം തന്നെ ആ ഭാഷയിലാണ്, ആരവ് മറുപടി നൽകി. മിസ്റ്റർ മേത്ത ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു. ശരി, നീ നാളെ റിഹേഴ്സലിന് വരിക. നിനക്കും ഒരവസരം നൽകാം. സ്കൂളിലെ എല്ലാ കുട്ടികളും അധ്യാപകരും ഞെട്ടിപ്പോയി. ഒരു ക്ലീനർ ബോയ് എങ്ങനെയാണ് തങ്ങളോടൊപ്പം സ്റ്റേജിൽ നിൽക്കുക എന്നതായിരുന്നു അവരുടെ ചിന്ത. പക്ഷേ ആരവ് അന്ന് രാത്രി തന്റെ കുടിലിലേക്ക് മടങ്ങിയത് ഒരു വലിയ യുദ്ധം ജയിച്ച ആവേശത്തോടെയായിരുന്നു. അവന് വാക്കുകളില്ല, മറിച്ച് തന്റെ ജീവിതം തന്നെയാണ് പറയാനുണ്ടായിരുന്നത്. സിൽവർ
ഗ്ലോബൽ അക്കാദമിയുടെ ഓഡിറ്റോറിയത്തിൽ പിറ്റേ ദിവസം രാവിലെ പതിവിലും വലിയൊരു നിശബ്ദത അനുഭവപ്പെട്ടു. പ്രിൻസിപ്പൽ മിസ്റ്റർ മേത്തിയുടെ മുറിക്കു മുന്നിൽ അധ്യാപകർ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുകയായിരുന്നു. ഒരു ക്ലീനർ എങ്ങനെയാണ് നമ്മുടെ സ്കൂളിന്റെ വേദിയിൽ സംസാരിക്കുക? ഇത് വിദേശ അതിഥികൾക്ക് മുന്നിൽ നമ്മുടെ അന്തസ് കളയില്ലേ എന്നതായിരുന്നു അവരുടെ പ്രധാന ആശങ്ക. എന്നാൽ മിസ്റ്റർ മേത്ത തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. വിദ്യാഭ്യാസം എന്നത് വെറും പുസ്തകങ്ങളിലല്ല, മറിച്ച് ഒരാളുടെ കഴിവിലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരവ് അന്ന് രാവിലെ വളരെ നേരത്തെ സ്കൂളിലെത്തി. പതിവ് പോലെ അവൻ തന്റെ ജോലി പൂർത്തിയാക്കി. എന്നാൽ അവന്റെ മനസ്സിൽ വൈകുന്നേരം നടക്കാൻ പോകുന്ന റിഹേഴ്സലായിരുന്നു. അവൻ തന്റെ പഴയ ഷർട്ട് പരമാവധി വൃത്തിയാക്കാൻ ശ്രമിച്ചു. കീറിയ ഭാഗങ്ങൾ അവൻ തന്നെ ഒരു സൂചി ഉപയോഗിച്ച് തുന്നിച്ചേർത്തു. അവന് പുതിയ വസ്ത്രങ്ങളില്ലായിരുന്നു, പക്ഷേ അവന്റെ ആത്മവിശ്വാസം പുത്തൻ വസ്ത്രത്തേക്കാൾ തിളക്കമുള്ളതായിരുന്നു. തറ തുടക്കുമ്പോഴും അവൻ തന്റെ പ്രസംഗത്തിലെ വരികൾ മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം റിഹേഴ്സൽ തുടങ്ങിയപ്പോൾ സ്കൂളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ മുൻ സീറ്റിൽ ഇരുന്നു. അവർ പരിഹാസത്തോടെ ആരവിനെ നോക്കി. "നോക്കൂ, നമ്മുടെ പുതിയ സ്പീക്കർ വരുന്നുണ്ട്," ആര്യൻ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു. അവർ ഉറക്കെ ചിരിച്ചു. ആരവ് സ്റ്റേജിനരികിൽ മാറി നിന്നു. അവന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു വേദിയിൽ ഇത്രയും ആളുകൾക്ക് മുന്നിൽ താൻ എങ്ങനെ സംസാരിക്കും? അവന്റെ ദാരിദ്ര്യവും തന്റെ ചുറ്റുപാടും അവനെ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചു. മിസ്റ്റർ മേത്ത സ്റ്റേജിലെത്തി മൈക്ക് കയ്യിലെടുത്തു. "ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് ഭാഷയല്ല, മറിച്ച് നിഴലിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭയെയാണ്. ആരവ്, നീ സ്റ്റേജിലേക്ക് വരൂ." ആരവ് പതുക്കെ സ്റ്റേജിലേക്ക് കയറി. സ്പോട്ട് ലൈറ്റുകൾ അവന്റെ കണ്ണുകളിൽ പതിച്ചു. താഴെയിരിക്കുന്ന നൂറുകണക്കിന് കണ്ണുകൾ തന്നിലേക്ക് തന്നെയാണെന്ന് അവന് തോന്നി. അവൻ മൈക്കിന് മുന്നിൽ നിന്നു. ഒരു നിമിഷം അവനൊന്നും മിണ്ടിയില്ല. സദസ്സിൽ നിന്നും വീണ്ടും ചിരി ഉയർന്നു. അവന് നാവിറങ്ങിപ്പോയി എന്ന് തോന്നുന്നു, ആരോ വിളിച്ചു പറഞ്ഞു. എന്നാൽ മിസ്റ്റർ മേത്ത അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി ആരവിന് വലിയൊരു ധൈര്യം നൽകി. അവൻ കണ്ണുകൾ അടച്ചു. തന്റെ അമ്മയെയും തന്റെ പഴയ കുടിലിനെയും അവൻ ഓർത്തു. അവൻ തന്റെ പ്രസംഗം തുടങ്ങി. "നമസ്കാരം. നിങ്ങൾ എന്നെ ഒരു ക്ലീനറായിട്ടാണ് അറിയുന്നത്, പക്ഷേ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്." അവന്റെ ശബ്ദം ഗാംഭീര്യമുള്ളതായിരുന്നു. ഇംഗ്ലീഷ് വാക്കുകളുടെ അകമ്പടിയില്ലാതെ ശുദ്ധമായ മലയാളത്തിൽ അവൻ തന്റെ വാക്കുകൾ കോർത്തെടുത്തു. ഓരോ വാക്കിനും ഒരു ജീവനുണ്ടായിരുന്നു. അവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഓഡിറ്റോറിയത്തിലെ പരിഹാസങ്ങൾ ഒന്നൊന്നായി ഇല്ലാതെയായി. അത്രക്കും ഹൃദയത്തിൽ സ്പർശിക്കുന്ന വാക്കുകളായിരുന്നു അവന്റേത്. താൻ എന്നും തൂത്തുവാരാറുള്ള ഈ സ്കൂളിലെ ഓരോ കോണും തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവൻ വിവരിച്ചു. പുസ്തകങ്ങൾ പഠിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ജീവിതത്തെ വായിക്കുന്നതെന്ന് അവൻ പറഞ്ഞു. 5 മിനിറ്റ് തികഞ്ഞപ്പോൾ അവൻ തന്റെ സംസാരം നിർത്തി. ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും അവൻ ഉപയോഗിച്ചില്ല. സദസ്സ് മുഴുവൻ സ്തംഭിച്ചുപോയി. മിസ്റ്റർ മേത്ത എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു. ഇത്രയും കാലം തങ്ങളുടെ ഇടയിൽ നിശബ്ദനായി നടന്ന ഈ ബാലൻ ഇത്ര വലിയൊരു കഴിവുണ്ടായിരുന്നുവെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ആരവ് സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുകൾ പൊഴിഞ്ഞു. താൻ വെറും ഒരു ക്ലീനർ മാത്രമല്ലെന്ന് അവൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ആ വൈകുന്നേരം സിൽവർ അക്കാദമിയിൽ ഒരു പുതിയ ചരിത്രം കുറിക്കപ്പെടുകയായിരുന്നു. ആരവിന്റെ ജീവിതത്തിലെ ഇരുളടഞ്ഞ പാതകളിൽ ഒരു ചെറിയ വെളിച്ചം തെളിഞ്ഞു തുടങ്ങിയിരുന്നു. സിൽവർ ഗ്ലോബൽ അക്കാദമിയുടെ 25ാം വാർഷിക ദിനം വന്നെത്തി. സ്കൂൾ മുഴുവൻ ദീപാലങ്കാരങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. നഗരത്തിലെ പ്രമുഖർ, ബിസിനസ് ഭീമന്മാർ, വിദേശ പ്രതിനിധികൾ എന്നിവരെല്ലാം മുൻനിരയിൽ ആസനസ്ഥരായി. ചുവന്ന പരവതാനി വിരിച്ച സ്റ്റേജിൽ വലിയ സ്ക്രീനുകളും ആധുനിക ശബ്ദ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. കറുത്ത സ്യൂട്ടുകളും വില കൂടിയ സാരികളും ധരിച്ച അതിഥികൾക്കിടയിൽ സ്കൂൾ യൂണിഫോം ധരിച്ച കുട്ടികൾ ആത്മവിശ്വാസത്തോടെ നടന്നു. എന്നാൽ സ്റ്റേജിന് പിന്നിൽ എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും മറഞ്ഞ് ആരവ് നിൽക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ മേത്ത അവന് സ്കൂളിലെ ഒരു പുതിയ യൂണിഫോം നൽകിയിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് ആരവ് അത്രയും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നത്. അവൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കൈകളിലെ തളമ്പുകൾ മറക്കാൻ ആ ഫുൾ സ്ലീവ് ഷർട്ടിന് കഴിഞ്ഞു. പക്ഷെ അവന്റെ ഉള്ളിലെ പരിഭ്രമം മറക്കാൻ ഒന്നിനും കഴിഞ്ഞില്ല. സദസ്സിൽ നിന്നും ഉയരുന്ന സംസാരങ്ങളും ചിരിയും കേൾക്കുമ്പോൾ അവന്റെ ഹൃദയം പടപടാ മിടിച്ചു. പുറകിലിരുന്ന കുട്ടികൾ ഇപ്പോഴും അവനെ നോക്കി അടക്കം പറയുന്നുണ്ടായിരുന്നു. "നോക്ക്, ആ തൂപ്പുകാരൻ പയ്യൻ ഇന്ന് കോട്ടിട്ട് വന്നിരിക്കുന്നു." ആ പരിഹാസം അവന്റെ കാതുകളിൽ തുളച്ചു കയറി. ഫംഗ്ഷൻ ആരംഭിച്ചു. വർണ്ണാഭമായ നൃത്തങ്ങൾക്കും ഇംഗ്ലീഷ് പാട്ടുകൾക്കും ശേഷം മിസ്റ്റർ മേത്ത സ്റ്റേജിലെത്തി. അദ്ദേഹം മൈക്ക് കയ്യിലെടുത്ത് പറഞ്ഞു. "ഇന്ന് നമ്മുടെ വിദ്യാലയത്തിന്റെ ചരിത്രത്തിലെ വലിയൊരു നിമിഷമാണ്. നമ്മൾ പലപ്പോഴും പുറമേ കാണുന്ന തിളക്കത്തിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ തിളക്കത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ വിദ്യാലയത്തിന്റെ ഓരോ കോണും വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഒരു മിടുക്കൻ നിങ്ങളോട് സംസാരിക്കും. അവനിന്ന് സംസാരിക്കുന്നത് അവന്റെ ഭാഷയിലാണ്. സ്റ്റേജിലേക്ക് ആരവിനെ ക്ഷണിക്കുന്നു," മിസ്റ്റർ മേത്ത പ്രഖ്യാപിച്ചു. ഓഡിറ്റോറിയത്തിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു.
ഉണർന്നു. അതിഥികൾ പരസ്പരം നോക്കി. ആരവ് പതുക്കെ സ്റ്റേജിലേക്ക് നടന്നു. സ്പോട്ട് ലൈറ്റുകൾ അവന്റെ മുഖത്ത് പതിച്ചപ്പോൾ അവൻ ഒരു നിമിഷം വിറച്ചുപോയി. അവൻ മൈക്കിനു മുന്നിൽ നിന്നു. ആയിരക്കണക്കിന് കണ്ണുകൾ തന്നെ പരിഹാസത്തോടെയും കൗതുകത്തോടെയും നോക്കുന്നത് അവൻ കണ്ടു. അവന്റെ നാവ് വരളാൻ തുടങ്ങി. വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. താഴെ ഇരുന്ന ആര്യനും കൂട്ടുകാരും ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. സംസാരിക്കൂ ക്ലീനർ ബോയ്, നിന്റെ കയ്യിലെ ചൂലെവിടെ? ആരോ വിളിച്ചു പറഞ്ഞു. ആരവ് തല താഴ്ത്തി നിന്നു. അവന്റെ ആത്മവിശ്വാസം തകരാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് അവന്റെ മനസ്സിൽ തന്റെ അമ്മയുടെ മുഖം തെളിഞ്ഞു വന്നു. പട്ടിണി കിടക്കുമ്പോഴും തന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാറുള്ള അമ്മ. താൻ എന്നും രാത്രി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നടത്തിയ പരിശീലനങ്ങൾ അവൻ ഓർത്തു. അവൻ ഒരു ദീർഘശ്വാസം എടുത്തു. കണ്ണുകൾ തുറന്നപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു പുതിയ ഊർജം നിറഞ്ഞു. അവൻ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. നമസ്കാരം, നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു പുതിയ യൂണിഫോം ധരിച്ച ആരവിനെയാണ്. പക്ഷേ ഈ വസ്ത്രത്തിന് താഴെ ഇപ്പോഴും ആ പഴയ ക്ലീനർ ബോയ് തന്നെയുണ്ട്. അവന്റെ ശബ്ദം ഓഡിറ്റോറിയം മുഴുവൻ മുഴങ്ങി. ഇംഗ്ലീഷ് വാക്കുകളുടെ മനോഹാരിതയില്ലാത്ത, എന്നാൽ ജീവിതത്തിന്റെ കയ്പും മധുരവും നിറഞ്ഞ ശുദ്ധമായ മലയാളത്തിൽ അവൻ തന്റെ വാക്കുകൾ കോർത്തെടുത്തു. നിങ്ങൾ ഈ സ്കൂളിൽ വരുന്നത് പഠിക്കാനാണ്, എന്നാൽ ഞാൻ വരുന്നത് നിങ്ങളുടെ അഴുക്കുകൾ മാറ്റാനാണ്. പക്ഷെ എന്റെ ഉള്ളിലും നിങ്ങളെപ്പോലെ തന്നെ വിജ്ഞാനത്തിനായുള്ള ഒരു വിശപ്പുണ്ട്. അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ സദസ്സിലെ പരിഹാസച്ചിരികൾ ഒന്നൊന്നായി മാഞ്ഞുപോയി. എല്ലാവരും ശ്വാസം അടക്കിപ്പിടിച്ച് ആ 11 വയസ്സുകാരന്റെ വാക്കുകൾ കേട്ടു നിൽക്കുകയായിരുന്നു. ഭാഷയല്ല, മറിച്ച് അനുഭവങ്ങളാണ് സംസാരിക്കേണ്ടതെന്ന് അവൻ അവിടെ തെളിയിച്ചു കൊണ്ടിരുന്നു. ഓഡിറ്റോറിയത്തിലെ ആധുനിക ലൈറ്റുകൾക്ക് താഴെ ആരവ് ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. അവന്റെ ശബ്ദം മൈക്കിലൂടെ ഉയരുമ്പോൾ അത് വെറും ഒരു പ്രസംഗമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കഥയായിരുന്നു. നിങ്ങൾ എന്നെ കാണുന്നത് ഒരു തൂപ്പുകാരനായിട്ടാണ്. നിങ്ങൾ നടന്നു പോകുന്ന ഇടനാഴികളിലെ പൊടി തുടക്കുന്നവൻ. പക്ഷെ ആ പൊടി തുടക്കുമ്പോൾ ഞാൻ കാണുന്നത് വെറും അഴുക്കല്ല, മറിച്ച് നിങ്ങളുടെ അറിവിന്റെ കാൽപ്പാടുകളാണ്. ആരോ പറഞ്ഞു നിർത്തിയപ്പോൾ സദസ്സിലിരുന്ന വലിയ ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും ശ്വാസം അടക്കിപ്പിടിച്ചു. അവൻ തുടർന്നു. മാതൃഭാഷ എന്നാൽ അമ്മയെ പോലെയാണ്. നമ്മൾ എത്ര വലിയ വിദേശ വസ്ത്രങ്ങൾ ധരിച്ചാലും എത്ര വലിയ കൊട്ടാരങ്ങളിൽ താമസിച്ചാലും അമ്മയുടെ സ്നേഹത്തിന് പകരമാവില്ല അത്. എനിക്ക് വലിയ പുസ്തകങ്ങൾ പഠിക്കാൻ പണമില്ലായിരിക്കാം, പക്ഷെ ഓരോ രാത്രിയും തെരുവു വിളക്കിന് താഴെയിരുന്ന് ഞാൻ വായിക്കുന്ന പഴയ പത്രകഷ്ണങ്ങൾ എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. ഭാഷ എന്നത് ഹൃദയത്തിൽ നിന്ന് വരണമെന്ന്. നിങ്ങൾ ഇംഗ്ലീഷിൽ സ്വപ്നം കാണുമ്പോൾ ഞാൻ എന്റെ ഭാഷയിൽ ആ സ്വപ്നങ്ങൾ ജീവിക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് വാക്കുപോലും കലർത്താതെ അത്രയും ശുദ്ധമായി അവൻ സംസാരിക്കുന്നത് കണ്ട് അധ്യാപകർ അത്ഭുതപ്പെട്ടു. പ്രസംഗത്തിനിടയിൽ അവൻ തന്റെ കൈകൾ ഉയർത്തിക്കാണിച്ചു. ആ കൈകളിൽ ജോലി ചെയ്ത് ഉണ്ടായ തഴമ്പുകളും പാടുകളും ഉണ്ടായിരുന്നു. ഈ കൈകൾ പരുക്കനാകാം, പക്ഷേ എന്റെ സ്വപ്നങ്ങൾ വളരെ മൃദുലമാണ്. വസ്ത്രം മോശമായതുകൊണ്ട് ഒരാളുടെ ചിന്തകൾ മോശമാകണമെന്നില്ല. നിങ്ങളുടെ കാറുകളുടെ തിളക്കം എന്റെ കണ്ണുകളെ അമ്പരപ്പിക്കാറുണ്ട്, പക്ഷേ എന്റെ ഉള്ളിലെ അറിവിന്റെ തിളക്കം ആരെയും തോൽപ്പിക്കാൻ പോകുന്നതാണ്. ആരവിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മുൻനിരയിൽ ഇരുന്ന പ്രമുഖരുടെ കണ്ണുകൾ നിറഞ്ഞു. പണവും പദവിയും കൊണ്ട് മാത്രം അളക്കപ്പെടുന്ന ഈ ലോകത്ത് ഒരു കൊച്ചു ബാലൻ മനുഷ്യത്വത്തിന്റെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. അവൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ആരെയും അതിശയിപ്പിക്കുന്ന ഒരു നീക്കത്തോടെയായിരുന്നു. അത്രയും നേരം ശുദ്ധമായ മലയാളത്തിൽ സംസാരിച്ച ആരവ് അവസാനത്തെ 2 വരികൾ ലോകോത്തര നിലവാരത്തിലുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞു. എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. അവന്റെ ഉച്ചാരണവും ശൈലിയും കേട്ട് പ്രിൻസിപ്പൽ മിസ്റ്റർ മേത്ത പോലും തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഒരു ക്ലീനർ ബോയ്ക്ക് ഇത്ര കൃത്യമായ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഓഡിറ്റോറിയത്തിൽ ഒരു നിമിഷം പൂർണ്ണമായ നിശബ്ദത പടർന്നു. പിന്നീടുണ്ടായത് ഒരു ഇടിമുഴക്കം പോലെയുള്ള കയ്യടികളായിരുന്നു. സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ആ 11 വയസ്സുകാരനെ ആദരിച്ചു. പരിഹാസത്തോടെ നോക്കിയിരുന്ന വിദ്യാർത്ഥികളുടെ തല ലജ്ജ കൊണ്ട് താഴ്ന്നു. ആരവ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് നടക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുകൾ ഒഴുകുന്നുണ്ടായിരുന്നു. താൻ ജയിച്ചു എന്നതിനേക്കാൾ താൻ ആരാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു അവന്റെ സംതൃപ്തി. സിൽവർ അക്കാദമിയുടെ ചരിത്രത്തിൽ അന്ന് വരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രസംഗമായിരുന്നു അത്. ഒരു ചൂല് പിടിച്ചിരുന്ന കൈകൾ ഇന്ന് ഒരു ജനതയുടെ ഹൃദയമാണ് കീഴടക്കിയത്. ആ നിമിഷം ആരവിന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. ആരവിന്റെ പ്രസംഗം അവസാനിച്ചപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഉയർന്ന കയ്യടികൾ മിനിറ്റുകളോളം നീണ്ടുനിന്നു. സദസ്സിലുണ്ടായിരുന്ന അതിഥികളും രക്ഷിതാക്കളും വികാരധീനരായി. തന്റെ ജീവിതാനുഭവങ്ങളെ ഇത്രത്തോളം സത്യസന്ധമായും എന്നാൽ അറിവോടെയും അവതരിപ്പിച്ച ആ 11 വയസ്സുകാരൻ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയിരുന്നു. പരിഹാസത്തോടെ അവനെ നോക്കിയിരുന്ന ആര്യനും കൂട്ടുകാരും ലജ്ജയോടെ തല താഴ്ത്തി. ഒരു ക്ലീനർ എന്ന് തങ്ങൾ മുദ്ര കുത്തിയ ബാലൻ ഇത്രയും വലിയ കഴിവുള്ളവനാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സ്റ്റേജിലേക്ക് വീണ്ടും വന്ന പ്രിൻസിപ്പൽ മിസ്റ്റർ മേത്തയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അദ്ദേഹം ആരവിനെ ചേർത്തു പിടിച്ചു.
മൈക്കിലൂടെ അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ഇന്നു മുതൽ ആരവ് ഈ സ്കൂളിലെ ജോലിക്കാരനല്ല. അവൻ സിൽവർ ഗ്ലോബൽ അക്കാദമിയുടെ ഔദ്യോഗിക വിദ്യാർത്ഥിയാണ്. അവന്റെ യൂണിഫോം മുതൽ ഉന്നത പഠനം വരെയുള്ള എല്ലാ ചെലവുകളും ഈ വിദ്യാലയം ഏറ്റെടുക്കുന്നു. ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ ആരവ് വിശ്വസിക്കാനാവാതെ നിന്നുപോയി. എന്നും താൻ തൂത്തുവാരാറുള്ള ആ ക്ലാസ് മുറികളിൽ തനിക്കും ഒരിടം ലഭിക്കുമെന്ന് അവന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ ആരവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന്റേതായിരുന്നു. ചൂലിന് പകരം അവന്റെ കൈകളിൽ പുസ്തകങ്ങൾ എത്തി. ആദ്യം ചില കുട്ടികൾ അവനോട് അകലം പാലിച്ചെങ്കിലും അവന്റെ വിനയവും പഠനത്തിനുള്ള മിടുക്കും എല്ലാവരെയും ആകർഷിച്ചു. അധ്യാപകർ ചോദിക്കുന്ന കഠിനമായ ചോദ്യങ്ങൾക്ക് പോലും ആരവ് വളരെ ലളിതമായ ഉത്തരം നൽകി. ദാരിദ്ര്യത്തിന്റെ കയ്പുനീർ കുടിച്ചവനായതുകൊണ്ട് തന്നെ ലഭിച്ച ഓരോ നിമിഷത്തെയും അവൻ വിലമതിച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം പഠനം എന്നത് കേവലം ഒരു പരീക്ഷയായിരുന്നില്ല, മറിച്ച് തന്റെ തലമുറയുടെ തന്നെ വിധി മാറ്റാനുള്ള പോരാട്ടമായിരുന്നു. സ്കൂളിലെ ഓരോ പരീക്ഷയിലും അവൻ ഒന്നാമനായി. സ്പോർട്സിലും പ്രസംഗ മത്സരങ്ങളിലും അവൻ സിൽവർ അക്കാദമിയുടെ അഭിമാനമായി മാറി. വർഷങ്ങൾക്ക് മുമ്പ് അവനെ കളിയാക്കിയവർ തന്നെ ഇന്ന് അവന്റെ സൗഹൃദം ആഗ്രഹിച്ചു. ആ വിദ്യാലയത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായി അവൻ വളർന്നു. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും സംസ്ഥാന തലത്തിൽ മികച്ച വിജയം നേടിയ ആരവിന് വിദേശ സർവകലാശാലകളിൽ നിന്നും സ്കോളർഷിപ്പുകൾ ലഭിച്ചു. തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വെച്ചു തുടങ്ങിയപ്പോൾ അവൻ ആ പഴയ ഇടനാഴികളിലൂടെ ഒരിക്കൽ കൂടി നടന്നു. അവിടെ വിയർപ്പൊഴുക്കി പണിയെടുത്ത ആ ബാലനാണ് ഇന്ന് ലോകം കീഴടക്കാൻ ഒരുങ്ങുന്നത്. അവന്റെ കഠിനാധ്വാനം അവനെ ഒരു പുതിയ ലോകത്തേക്ക് നയിച്ചു. 15 വർഷങ്ങൾക്ക് ശേഷം സിൽവർ അക്കാദമിയിൽ പഴയ ആ ക്ലീനർ ബോയ് മടങ്ങിയെത്തിയത് ഒരു ആഗോള AD കമ്പനിയുടെ CEO ആയിട്ടാണ്. കോടീശ്വരനായി മാറിയിട്ടും തന്റെ വേരുകൾ മറക്കാത്ത ആരവ് വിദ്യാലയത്തിന്റെ 40ാം വാർഷികത്തിൽ മുഖ്യ അതിഥിയായി എത്തി. പ്രിൻസിപ്പൽ മിസ്റ്റർ മേത്തയുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ച അവൻ തനിക്കന്ന് ലഭിച്ച ആ 5 മിനിറ്റാണ് തന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് നന്ദിയോടെ സ്മരിച്ചു. പഴയ ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ താൻ തുടച്ചു മിനുക്കിയ അതേ തറയിൽ ഇന്ന് ലോകം ആദരിക്കുന്ന ഒരു വ്യക്തിയായി നിൽക്കാൻ കഴിഞ്ഞതിൽ അവൻ അഭിമാനിച്ചു. കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഒരാളെ എത്രത്തോളം ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് ആരവ് തെളിയിച്ചു.